ഹലോ, ഇന്ന് നല്ല ഫ്രഷ് പിലോപ്പി മീൻ കിട്ടിയിട്ടുണ്ടേ. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നത്? നമ്മുടെ കരിമീനില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അങ്ങനെ ഞാൻ മീനുമായി പോയത് നല്ലൊരു യുദ്ധത്തിലേക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ മീൻ നന്നാക്കി എടുക്കാനായിട്ട്. അതിൻ്റെ സൈഡിലത്തെ മുള്ളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല കട്ടിയായിരുന്നു, നല്ല ബലമായിരുന്നു. എൻ്റെ ശക്തി മുഴുവൻ ഞാൻ ആ മീനും എടുത്തിട്ടുണ്ട്. കത്രിക കൊണ്ടും കത്തി കൊണ്ടും ഒന്നും മുറിയുന്നുണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ മുറിച്ചെടുത്തു. ഞാൻ മീനെ ബലമായിട്ട് പിടിച്ചുകൊണ്ടിരുന്നാലും മീൻ എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ജീവനുള്ള പോലെ വഴുതി പോവായിരുന്നു കേട്ടോ. ഒരുവിധം മുള്ളൊക്കെ അങ്ങനെ ചെത്തിക്കളഞ്ഞു. പിന്നെ കടന്നത് ചെതമ്പൽ കളയാനായിരുന്നേ. അതും ഈ പറഞ്ഞ പോലെ നല്ല പണിയായിരുന്നു. നല്ല ചെതമ്പലുണ്ടായിരുന്നു. അതിങ്ങനെ കളയുമ്പോൾ മേലിലേക്ക് തെറിക്കുകയായിരുന്നു. ഞാൻ ഈ മീൻ നന്നാക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്ത് ഇരുന്ന് മീൻ നന്നാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ഇരുന്നിട്ടാണ് മീൻ നന്നാക്കിയത്. നല്ല കാറ്റും മഴയായിരുന്നു, ഫുൾ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അധികം വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. മീൻ കയ്യിൽ കിട്ടിയാൽ പിന്നെ അത് നന്നാക്കുന്ന വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതെങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ മഴ കുറയാനൊന്നും ഞാൻ കാത്തിരുന്നില്ല. ഉള്ള വെളിച്ചത്തിൽ ഞാൻ അടുക്കളയിലെ ഭാഗത്ത് ഇരുന്നിട്ടാണ് കേട്ടോ മീൻ നന്നാക്കിയതും വീഡിയോ എടുത്തതൊക്കെ. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ മീനെല്ലാം ഒരുവിധം സെറ്റാക്കി എടുത്തു. ചെതമ്പലും എല്ലാം കളഞ്ഞു, മുള്ളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യൽ അമ്മയുടെ പരിപാടിയാണ്. അങ്ങനെ അമ്മയ്ക്ക് ഞാനത് കൊടുത്ത് വീഡിയോ എടുക്കുന്നത് ഞാനും ഏറ്റെടുത്തു കേട്ടോ. ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ ഞാൻ നന്നാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇത് നല്ല പാടാണ്, ഇത് മുറിയുന്നില്ല എന്ന്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്കും മനസ്സിലായി ഇത് നല്ല പാടാണെന്ന്. അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ അത് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ബലമായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ മുള്ളിനും പുറത്തെ മുള്ളിനും എന്തായിക്കോട്ടെ നല്ല ബലമായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ മീൻ കട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ എത്ര ബുദ്ധിമുട്ടിയാലും നല്ല ടേസ്റ്റുള്ള മീൻ കഴിക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ ക്ഷമയോടെ ഇരുന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഈ മീൻ നല്ല തൃശ്ശൂർ സ്റ്റൈലിൽ കറി വയ്ക്കുന്ന ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോണേ. അപ്പോൾ ടാറ്റാ.